ബദൽ സംഗമത്തെ ഞങ്ങളും അംഗീകരിക്കുന്നില്ല. അത് നിക്ഷിപ്തമായ ഒരു താല്പര്യത്തിൻ്റെ പേരിൽ RSS നടത്തിയ ഒരു പരിപാടിയാണ്. അതിനോട് ഞങ്ങൾക്ക് ആർക്കും യോജിപ്പില്ല. അത് ഞങ്ങളാരും അതിനെ പിന്തുണച്ചിട്ടുമില്ല. ഞങ്ങളാകെ പറഞ്ഞത് ആകെ ഗവൺമെൻറ്റിനോട് പറഞ്ഞത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ആളുകളുടെ പേരിൽ ധാരാളം കേസുകളുണ്ട്. എൻ്റെ ഉമ്മൻചാണ്ടിയുടെയും പേരിൽ കേസുണ്ടായിരുന്നു. ഞങ്ങളവിടെ പമ്പയിൽ സമരം ചെയ്തെന്ന് പറഞ്ഞു. ഞങ്ങളെപ്പോലെ ധാരാളം ആളുകളുടെ പേരിൽ കേസുണ്ട്. ഉമ്മൻചാണ്ടി മരിച്ചിട്ടും ആ കേസ് പിൻവലിച്ചില്ല. അവസാനം കോടതി ഞങ്ങളെ വെറുതെ വിടുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ കേസുകളൊക്കെ നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ അഫിഡവിറ്റ്, യുവതി പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള UDF ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റ്, തിരുത്തിക്കൊണ്ട് കൊടുത്ത അഫിഡവിറ്റ് ഇതുവരെ പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് മൂന്നാമതായി ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്നത് ഭക്തജനങ്ങളോട് മാപ്പ് ചോദിക്കുകയായിരുന്നു. പോലീസ് അകമ്പടിയോടെ സ്ത്രീകളെ സന്നിധാനത്തിലേക്ക് കയറ്റി ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് മാപ്പ് ചോദിച്ചിട്ട് വേണമായിരുന്നു ഈ സംഗമം നടത്താൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും അതിനെപ്പറ്റി ഒന്നും സൂചിപ്പിച്ചില്ല. തന്നെയുമല്ല, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തോടു കൂടി പാർട്ടിക്കാരെല്ലാം തിരിച്ചു പോവുകയും സംഗമം ഒരു വഴിപാടായി മാറുകയും ചെയ്തു എന്നതാണ് വസ്തുത. ഒരു വൻ പരാജയമായിരുന്നു ആ സംഗമം. ഈ നിലവിൽ NSS കൂടുതൽ ഇടതിനോട് അടുക്കുമ്പോൾ അത് വലിയൊരു ആശങ്കയല്ലേ? ചെന്നിത്തലയെ പോലെയുള്ളൊരു പ്രധാനപ്പെട്ട അല്ല, അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത ശബരിമല ആയതുകൊണ്ട്, ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് അവരതിൽ പങ്കെടുത്തു എന്നുള്ളത്. കോൺഗ്രസിന് ഹിന്ദു വോട്ട് വേണ്ട എന്ന രീതിയിലൊരു പരാമർശം അദ്ദേഹം നടത്തിയിരുന്നു. അല്ല, കോൺഗ്രസിന് എല്ലാവരുടെയും വോട്ട് വേണം. കോൺഗ്രസിന് അങ്ങനെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രതിനിധീകരിക്കുന്നൊരു പ്രസ്ഥാനമാണ്. UDF അതുപോലെ തന്നെയാണ്. UDF എല്ലാവരുടെയും മുന്നണിയാണ്. ഞങ്ങളങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മുന്നണിയല്ല, എല്ലാവരുടെയും മുന്നണിയാണ്. എല്ലാ വിഭാഗത്തെയും അവരുടെ വികാരങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു മതേതര മുന്നണിയാണ് UDF. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നിലവിൽ 2 സംഗമങ്ങൾ നടന്നു. ഒന്ന് സർക്കാരിൻ്റെ രീതിയിൽ, അത് CPM-ൻ്റെ ഒരു നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു. രണ്ടാമത്തേത് ഒരു BJP നിയന്ത്രണത്തിൽ, RSS ആണത് സംഘടിപ്പിച്ചതെന്ന് ചെന്നിത്തല തന്നെ പറയുന്നു. അല്ല, വത്സൻ തെല്ലങ്കേരി പങ്കെടുത്ത പിന്നെ അത് RSS-ൻ്റെ സംഗമമാണ്. അതെ അതെ, ഞങ്ങൾ അങ്ങനെ സംഗമം നടത്താൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ഭക്തജനങ്ങളോടൊപ്പമാണ്, വിശ്വാസികളോടൊപ്പമാണ്. വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ ഈ ഗവൺമെൻറ് നടപടിക്കെതിരെ ഏറ്റവും ശക്തമായ മുന്നേറ്റം നടത്തിയിട്ടുള്ളത് കോൺഗ്രസും UDF-ഉമാണ്. അല്ല, ഞാൻ പറയുന്നില്ല, ഞാനിപ്പോൾ എല്ലാവർക്കും മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ നിലപാട് ഇതാണ്. ഞങ്ങളുടെ നിലപാട് ഈ കാര്യത്തിൽ വളരെ വ്യക്തമാണ്. ആചാര സംരക്ഷണത്തിന് വേണ്ടി കൊടുത്ത അഫിഡവിറ്റ് എന്തുകൊണ്ട് ഗവൺമെൻറ് പിൻവലിക്കുന്നില്ല? നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവരുടെ പേരിലുള്ള കേസ് എന്തുകൊണ്ട് പിൻവലിക്കുന്നില്ല? അപ്പോൾ ഭക്തജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഗവൺമെൻറ് ചെയ്തത്. അതുകൊണ്ടാണ് ഞങ്ങളതിൽ പങ്കെടുക്കാതിരുന്നത്. ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളതിൽ മാറി നിന്ന്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ NSS-നെ ബോധ്യപ്പെടുത്തും. വരട്ടെ, സമയമുണ്ടല്ലോ. ഈ വെള്ളാപ്പള്ളിയൊക്കെ പറയുന്നത് പിണറായി ഭക്തനാണെന്നൊക്കെയാണ് പറയുന്നത്. പിണറായി ഭക്തനാണോ അല്ലയോ എന്നുള്ളത് പറയേണ്ടത് പിണറായിയാണ്. പിണറായി ഭക്തനാണെന്ന് അദ്ദേഹം പറയട്ടെ. അപ്പോൾ MA ബേബി പറയുന്നത് ഭക്തനല്ലെന്ന് പറയുന്നു. അപ്പോൾ ആര് പറയുന്ന വിശ്വസിക്കുന്നത്? താൻ ഭക്തനാണോ അല്ലയോ എന്നുള്ളത് പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. പക്ഷേ അദ്ദേഹം കപടഭക്തനാണെന്ന് അവിടുത്തെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. നിലവിൽ NSS ഇതിൽ പങ്കെടുത്തു. ഈ കോൺഗ്രസിന് NSS-നെ ഇങ്ങനെ ഒരു പങ്കെടുത്ത സാഹചര്യത്തിൽ ഒരു അവിശ്വാസം ഉണ്ടോ? ഒരാവശ്യമില്ല. NSS-നോട് ഞങ്ങൾക്ക് നല്ല ബന്ധമാണ് UDF-നും കോൺഗ്രസിനും ഉള്ളത്, ഒരു സംശയവുമില്ല. പിന്നെ ശബരിമലയുടെ കാര്യം വരുമ്പോൾ അവർക്ക് അവരുടേതായ, എപ്പോഴും അവരുടേതായ ശബരിമലയ്ക്ക് വേണ്ടിയും അവരുടെ ആചാര സംരക്ഷണത്തിന് വേണ്ടിയും NSS എന്നും നിലകൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് അങ്ങനെ കണ്ടാൽ മതി. പാലക്കാട് MLA ഇല്ലാണ്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ബാധ്യതയില്ലേ എന്നുള്ള. പാലക്കാട് MP ഒരു MLA ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ? പാലക്കാട് MP ഇല്ലേ? ശ്രീകണ്ഠൻ, ഊർജ്ജസ്വലായ MP ഷംസുദ്ദീൻ MLA ഇല്ലേ? ഇവിടുത്തെ ഒരു പ്രശ്നത്തിനും ഒരു കുഴപ്പമില്ല. നിലപ്പള്ളിയിൽ ഒരു ബ്രൂവറി, അതിന് പിന്നാലെ തന്നെ ഒരു ലാൻഡ് ഫിൽ, ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം. കളക്ടർ പറയുന്നു പ്രാരംഭഘട്ടമാണ്, ലാൻഡ് ഫില്ലിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്തില്ല പറയുന്നത്. പക്ഷേ റവന്യൂ വകുപ്പ് അതിന് എല്ലാ നടപടികളും ഇപ്പോൾ ഏകദേശം പൂർത്തിയാക്കി എന്നാണ് മനസ്സിലാക്കുന്നത്. എലപ്പുള്ളിയിൽ ബ്ലെൻഡിങ് യൂണിറ്റും ബോട്ടിലിംഗ് യൂണിറ്റും ബ്രൂവറിയും അതോടൊപ്പം തന്നെ
ഡിസ്റ്ററിയും ഒക്കെ ആരംഭിക്കാൻ ഗവൺമെൻറ് ഒയാസിസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും ഒരു കുത്തക കമ്പനിക്ക് ചുമതല കൊടുത്തിരിക്കുകയായിരുന്നു. വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടായി. ഇപ്പം ആരും അറിയാതെ അതിൻ്റെ പേപ്പറുകൾ നീക്കുകയും അനുവാദം കൊടുക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. ഒരു കാരണവശാലും എലപ്പുള്ളിയിൽ ഈ പ്ലാന്റ് അനുവദിക്കാൻ കഴിയില്ല. ജനങ്ങൾ അത് അനുവദിക്കില്ല. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി അതിന് വേണ്ടി നിൽക്കുകയാണ്. ഗവൺമെൻറ് അതിൽ നിന്ന് പിന്തിരിയണമെന്നാണ് എൻ്റെ അഭിപ്രായം. മലമ്പുഴ ഡാമിനോട് ചേർന്ന് ഇപ്പോൾ ഒരു മാലിന്യ പദ്ധതി, മലിന സംസ്കരണ പദ്ധതി വരുന്നുണ്ട് സർക്കാരിന്റെ. അത് ഏറ്റവും തെറ്റായ ഒരു കാര്യമാണ്. ഒരു മാലിന്യ പദ്ധതി അവിടെയാണോ വേണ്ടത്? ഈ മലമ്പുഴയിലെ വെള്ളമാണ് എല്ലാവരും കുടിക്കുന്നത്, അല്ലേ? പാലക്കാട്ടെ ജനങ്ങൾ കുടിക്കുന്ന മലമ്പുഴയിലെ വെള്ളമാണ്. അവിടെയാണോ മാലിന്യ പ്ലാന്റ് നിർമ്മിക്കേണ്ടത്? ഇവർക്കൊക്കെ എന്ത് പറ്റിയെന്നാണ് എൻ്റെ ചോദ്യം. പാലക്കാട് MLA വേണ്ടെന്നാണോ?